سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق وسمى محمدا صلى الله عليه أخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا الله يمين 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 الله 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 أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ارتكبت على الخطا غير حصر وعادات لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وأهلنا إمضى يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وزد وبارك عليه. അൽഹംദുലില്ലാഹ് സുമ്മൽ ഹംദുലില്ലാഹ്. പരിശുദ്ധ റമളാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഓരോ ദിവസവും നമ്മൾ മസ്ജിദുൻ നബവിയിൽ വഖഫ് ചെയ്തതുപോലെ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു വേണ്ടി
മറ്റൊരു ലക്ഷ്യവും മനസ്സിൽ കാണാതെ എൻ്റെ മുത്തുനബിക്ക് എന്ന പേരിൽ ഒരു ഖുർആൻ പരിശുദ്ധമാക്കപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിൽ ജന്മദിനത്തിൽ വഖഫ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും പവിത്രതയേറിയ, ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കുന്നു, അല്ല പ്രണയിക്കുമ്പോൾ അതിനേക്കാളും ഉപരി മുത്തുനബിക്ക് നമ്മളെ കാണാനും വലിയ ഇഷ്ടമാണ്. ഉമ്മത്തീങ്ങളോടുള്ള ഹുബ്ബ് സ്വഹാബാക്കളുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിച്ചിരുന്നു. അവിടുത്തെ വിഷമങ്ങളും സന്തോഷങ്ങളും ഉമ്മത്തീങ്ങൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയും നല്ല നല്ല സൽക്കർമ്മങ്ങൾ മുത്തുനബി തങ്ങളുടെ പേരിൽ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ, അതും പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധ റൗളാ ഷരീഫിനോട് ചേർന്ന് മുത്തുനബി തങ്ങളുടെ പേരിൽ ഒരു ഖുർആൻ വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം ഉമ്മത്തീങ്ങൾ എന്തു ചെയ്താലും മുത്തുനബി തങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, മുത്തുനബി തങ്ങളെ നാം പല രൂപത്തിലും സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവിൽ നമുക്ക് പല പ്രതിസന്ധികളും പല വിഷമങ്ങളും പല രോഗങ്ങളും പിടിപെടുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ മുത്തുനബി എന്ന പേരിൽ, എൻ്റെ മുത്തുനബി എന്ന ചിന്തയിൽ പരിശുദ്ധ മദീന മുനവ്വറയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കണക്കുകളില്ല. അൽഹംദുലില്ലാഹ്, നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ, ഈ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ മദീന മുനവ്വറയിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഫീലിംഗ്, അതിൻ്റെ അനുഭവം നമ്മൾ ആസ്വദിച്ചും കൊണ്ടിരിക്കുകയാണ്. പലരും ആ സന്തോഷം ഇവിടെ വന്നിട്ട് അറിയിച്ചവരുമുണ്ട്, മദീന മുനവ്വറയിൽ വന്ന് അറിയിച്ചവരുമുണ്ട്. ഒരിക്കലും അനുഭവങ്ങൾ പറഞ്ഞ് പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ ഈ വിനീതൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പേരും പ്രശസ്തിയും ഉണ്ടാക്കി അല്ലെങ്കിൽ അനുഭവങ്ങൾ പറഞ്ഞ് ഇതിനെ മഹത്വവൽക്കരിക്കുന്നതിനേക്കാളും മഹത്തരമാണ് നമ്മൾ നല്ല നീയത്തോടു കൂടി ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അനുഭവം. മറ്റുള്ളവരുടെ അനുഭവം കേട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും ഈമാനുള്ള കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം. അത് നല്ല കാര്യമാണെന്നും അത് മഹത്വമേറിയതാണെന്നും അതിൽ എനിക്ക് ദുനിയാവിലോ ആഖിറത്തിലോ പ്രതിഫലം ലഭിക്കുമെന്നുള്ള നീയത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതും ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നാം ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ അള്ളാഹു തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും പരിഹാരവും ബറക്കത്തും നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം അത് ദുനിയാവിലോ അല്ലെങ്കിൽ ആഖിറത്തിലോ ഗുണം കിട്ടുന്ന കാര്യമാണെന്നുള്ള ഉറച്ച ഈമാൻ നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ധാരാളമാണ്. നമുക്ക് ചുറ്റിനും ധാരാളം ബറക്കത്തുകൾ നൽകുമ്പോൾ ആ ബറക്കത്തുകളിൽ നമ്മൾ വേണ്ടതുപോലെ വിനിയോഗിക്കാതെ വരുമ്പോൾ അതിനെയെല്ലാം ബറക്കത്താക്കാൻ വേണ്ടി അല്ലാഹു പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം നാം നിർവഹിച്ചു പോകുമ്പോൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ ഇടപെട്ട് നമ്മളെ പരിപൂർണമാക്കി നമ്മുടെ കാര്യങ്ങളിലെല്ലാം അല്ലാഹു ലക്ഷ്യസ്ഥാനത്തെത്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം നൽകും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നല്ലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് പരിശുദ്ധ മദീന മുനവ്വറയിലേക്ക് എന്ന് പറഞ്ഞ് ഏത് കാര്യം നിയ്യത്ത് ചെയ്താൽ അത് ദുനിയാവിൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള തടസ്സങ്ങൾ അല്ലാഹു മാറ്റിത്തരും. ചില തടസ്സങ്ങൾ ഖൈറിന് വേണ്ടിയാണ്.
ഖൈരിഹി വ ഷർരിഹി മിനല്ലാഹി തആല. അള്ളാഹു നമുക്ക് ഖൈർ തരും, അള്ളാഹു നമുക്ക് ഷർറുകളും തരും. അത് ഖൈറിലേക്ക് എത്താനുള്ള ഷർറായിരിക്കാം. നമ്മുടെ കാഴ്ചയിൽ അത് ഷർറായി തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ചെന്നെത്തി അവസാനം നമ്മൾ ചിന്തിക്കും, എനിക്കങ്ങനെ ഒരു വലിയൊരു തടസ്സം നൽകിയത് അവസാനം ഇത്രയും വലിയൊരു ഖൈറിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നോ എന്ന് പോലും നാം ചിന്തിക്കും. പക്ഷേ നമുക്കെന്തെങ്കിലും തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിൽ അതെനിക്ക് ഖൈറാണോ ഷർറാണോ എന്നൊരിക്കലും വിലയിരുത്താൻ പറ്റില്ല. നമ്മൾ ഖൈറിനു വേണ്ടി തേടുകയും ഷർറിൽ നിന്നും രക്ഷപ്പെടുത്താൻ റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് തടസ്സമാണെങ്കിൽ അത് അല്ലാഹു മാറ്റി ഖൈറാക്കി തരും. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മുൻനിർത്തി ചെയ്യുമ്പോൾ ഒരു പക്ഷേ കാര്യങ്ങൾ സാധിക്കാതെ വന്നാൽ അതെനിക്ക് ഖൈറിന് വേണ്ടിയാണെന്ന് ചിന്തിക്കാനും കഴിയണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ മുതക്കബ്ബിറായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമകളെപ്പോലെയാകണമെങ്കിൽ ഓരോ വിഷമങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, ചോദിച്ചു കൊണ്ടിരിക്കണം. പരിഹാരത്തിനു വേണ്ടി തേടുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ യഥാർത്ഥ അടിമകളാകുന്നത്. അള്ളാഹു നമുക്ക് യഥാർത്ഥ അടിമകളാകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധ മദീന മുനവ്വറയിലേക്ക് ഒരുപാട് സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകൾ പല ഖൈറാത്തുകളും ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വിരലിലെണ്ണാവുന്നവർ മാത്രമാണെങ്കിലും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വിലമതിക്കാനാവാത്തത് തന്നെയാണ്. അഹ്ലുസുഫ എന്ന പേരിൽ ഓരോ മാസവും അവർ മാറ്റിവെക്കുന്ന ഹദിയ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾക്ക് ദുനിയാവിൽ എന്ന് മാത്രമല്ല നാളെ ആഖിറത്തിലും ഉപകാരമുള്ള ഒരു സമ്പാദ്യം കൂടിയാണ്. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഞാനടക്കം എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കടക്കം അതിൻ്റെ ഫലമുണ്ടാകും. പക്ഷേ ഈമാൻ വേണം, ക്ഷമ വേണം. ദുനിയാവിൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ ആഖിറത്തിനു വേണ്ടി ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും. ഈ വിനീതൻ്റെ ഖൽബിനോടടക്കം പറയുകയാണ്, മറ്റൊന്നും ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ മുത്തുനബി തങ്ങളുടെ പൊരുത്തം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മദീന മുനവ്വറയിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും മുത്തുനബി തങ്ങൾ നമുക്ക് അവസരങ്ങൾ ഒരുക്കിത്തരും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ പലരും ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് അഹ്ലുസുഫയിൽ അംഗങ്ങളാക്കാൻ വേണ്ടി പല പരിശ്രമങ്ങളും നടത്തിയവരാണ്. ആ പരിശ്രമം ബഹുഭൂരിപക്ഷവും വിജയിച്ചിട്ടുണ്ട്. ചിലരൊന്നും അതിനെ മനസ്സിലാക്കാത്തവരുമുണ്ട്. ഖൈറിൻ്റെ അഹ്ലുകാരെ അല്ലാഹു ഈ കൂട്ടായ്മയിലേക്ക് അടുപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ഈ കൂട്ടായ്മയിലൂടെ ഒരുപാട് നന്മകൾ ചെയ്യണം. ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നു എന്നതിലുപരി ഈ കൂട്ടായ്മയിൽ നിന്നും ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നമ്മൾ ഖുർആൻ പാരായണങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ സഫായി നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഈ കൂട്ടായ്മയിലൂടെ തന്നെ നമുക്ക് മദീന മുനവ്വറയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞാൻ മറ്റു ഗ്രൂപ്പിലും മറ്റു സ്ഥലങ്ങളിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയുള്ള ചില വാർത്തകളും ചില സംസാരങ്ങളും കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. വർഷങ്ങളായി കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ദുആകളും മറ്റു വലിയ വലിയ കാര്യങ്ങളുമെല്ലാം ആശ്രയിക്കുന്നവർ തന്നെ ഇതിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. അതൊന്നും നമുക്ക് പ്രശ്നമല്ലെങ്കിലും ഈ കൂട്ടായ്മയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഖൈറാത്തുകൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. എന്നാൽ സാധുക്കളായ ഒരുപാട് ആളുകളുണ്ട്, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം, പക്ഷേ എൻ്റെ കൈകൾ ശൂന്യമാണ്. ആഗ്രഹിച്ചവർക്ക് വലിയ ഫലം തരും. നേരെ മറിച്ച് പുറത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഓടി നടക്കുന്നു, മൈക്കിലും മറ്റു മേഖലകളിലും പേര് വിളിച്ച് പറയുന്നു, അവർക്ക് സ്ഥാനങ്ങളും മാനങ്ങളും കിട്ടുന്നു. അവിടേക്ക് നമ്മൾ ഒഴുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും. അതെല്ലാം പ്രതിഫലമുള്ള കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ കൂട്ടായ്മയിലൂടെ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ, ഭർത്താവോ ഭർത്താവിൻ്റെ മാതാപിതാക്കളോ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ഈ കൂട്ടായ്മയിലൂടെ കൊടുക്കുന്ന ഹദിയകളെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. ഇതിനെ ഉൾക്കൊള്ളുന്ന, ഇതിനെ വിശ്വസിക്കുന്ന, ഇതൊക്കെ വലിയ പ്രതിഫലമാണെന്ന് കരുതുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ.
അൽഹംദുലില്ലാ വളരെ കുറഞ്ഞവർ മാത്രമാണ് ഇതിൽ ഇപ്പോൾ ചേർന്നിട്ടുള്ളത്. അവരെ കൂടുതൽ പരിഗണിക്കൽ കടമ ഈ കൂട്ടായ്മയ്ക്ക് ഏറെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലീഡർമാർ, ക്യാപ്റ്റന്മാർ, അഡ്മിന്മാർ, എത്രത്തോളം മെമ്പർമാർ പോലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മെമ്പർമാർ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കീഴിലുള്ളവരിൽ നിന്ന് തന്നെ പലരും ഹദിയകൾ സ്വരൂപിക്കാൻ തിടുക്കം കൂട്ടുന്നവരാണ്. ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത്? പാവങ്ങളായ ഫക്കീറുകളായ, മദീന വിട്ടു പോകാൻ ആഗ്രഹിക്കാത്ത, മരിക്കുകയാണെങ്കിൽ അത് മദീനയിലാകണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാലിഹീങ്ങളിലേക്കാണ് നമ്മുടെ ബറക്കത്തുകൾ എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും മുത്തുനബി തങ്ങൾ അവരെ വിട്ടയക്കാൻ, അവരുടെ നാട്ടിലേക്ക് വിട്ടയക്കാൻ ആഗ്രഹിക്കാത്ത മുത്തുനബി തങ്ങളുടെ മദീനയെ ഓരം പറ്റി കഴിയുന്നവരിലേക്ക് ചെന്നെത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതെവിടിരുന്നു കൊണ്ടാണ്? മദീനയിൽ വന്ന് ചെയ്യാൻ കഴിയാത്ത പക്ഷം ഈ വിനീതൻ മദീനയിലുണ്ട് എന്നൊരു കാരണം കൊണ്ട് അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നു. അള്ളാഹു ഇനിയും നമുക്ക് ചെറിയ ചെറിയ ഹദിയകളിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന അഹ്ലുസുഫയിലെ അംഗങ്ങളോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാ മാസവും 10-ാം തീയതി എന്ന ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേപോലെ ഹദിയകൾ സ്വരൂപിച്ചാൽ അത് നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് മദീനയുമായി കണക്ട് ചെയ്യാൻ കഴിയും. ആ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിൽ പരിശുദ്ധ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ പരിശുദ്ധ ഖുർആൻ വഖഫ് ചെയ്തുകൊണ്ട് മുത്തുനബി തങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ ഈ മജ്ലിസിലൂടെ നടക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാ ഏകദേശം 20ഓളം ഖുർആനുകളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വഖഫ് ചെയ്തിട്ടുള്ളത്. അതെത്ര ചെറുതാണെങ്കിലും അത് വലുതു തന്നെയാണ്. കാരണം ചെയ്തവർക്കൊരു സന്തോഷമെന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. ചെയ്യാൻ കഴിയാത്തവർ ഉണ്ട്. പരിശുദ്ധ റബീഉൽ അവ്വൽ അവസാനിക്കുന്നതിന് മുമ്പ് ഇനിയും ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ദുആ ചെയ്യാം. ഒരുപാട് ഖുർആൻ മുത്തുനബി തങ്ങളുടെ ഹദറത്തിലേക്ക് വെച്ചവരുണ്ട്. മാതാപിതാക്കളുടെ പേരിൽ രോഗശമനത്തിനു വേണ്ടിയും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും ഒക്കെ പേരിൽ ഖുർആൻ വഖഫ് ചെയ്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ നിങ്ങൾ ചെയ്ത ഓരോ ഖുർആനും അതെല്ലാം മുത്തുനബി തങ്ങളിലേക്കാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തുനബി തങ്ങളുടെ പേരിൽ ഖുർആൻ വഖഫ് ചെയ്യുക എന്നുള്ളത്. അൽഹംദുലില്ലാ ഒരുപാട് കാലങ്ങളായി ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷേ ഞാൻ ഒരു സന്തോഷം തന്നിട്ട് വാക്കു പാലിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്കും വളരെയധികം വേദനയുണ്ടാക്കുമെന്ന് കരുതിയാണ് 3 വർഷത്തിൽ കാലത്തിനിടയിലൊന്നും ഞാൻ ഈ വിഷയമായി ഇറങ്ങാത്തത്. കാരണം ഉദ്ദേശിക്കുന്നത് പോലെ മസ്ജിദുൻ നബവിയിൽ പോയി ഖുർആൻ വഖഫ് ചെയ്ത് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും സാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ അതിനൊക്കെ ഒരവസരം ഒരുങ്ങിയതുകൊണ്ട് മാത്രമാണ് അൽഹംദുലില്ലാ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ഇവിടെ പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി വേണം ചെയ്യേണ്ടത്. പരിശുദ്ധ റബീഉൽ അവ്വലിന് മുമ്പ് തന്നെ ഖുർആൻ വഖഫ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കൂടുതൽ വൈകാതെ നിങ്ങൾ മുൻകൂട്ടി തന്നെ അറിയിക്കണമെന്ന്. പക്ഷേ പലരും പരിശുദ്ധ റബീഉൽ അവ്വലിനോട് അടുത്ത സമയത്തും റബീഉൽ അവ്വൽ പ്രവേശിച്ചതിന് ശേഷവുമൊക്കെയാണ് ഖുർആൻ വഖഫ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത്. പക്ഷേ റബീഉൽ അവ്വൽ ഒന്നായപ്പോഴേക്കും പല തിരക്കുകളും ശാരീരികവും മാനസികവുമായി പല വിഷമങ്ങളും രോഗങ്ങളും വന്നതിൻ്റെ പേരിലാണ് നമ്മുടെ ഈ മജ്ലിസ് ദുആ നീട്ടിക്കൊണ്ടു പോകേണ്ടി വന്നത്. ഖുർആൻ വഖഫ് ചെയ്തു. പരിശുദ്ധ ഖുർആൻ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ
പരിശുദ്ധ റബീഉൽ അവ്വൽ 12 തന്നെ സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. അതിൻ്റെയൊക്കെ കാർഡുകൾ തർത്തീബ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടമായി നിങ്ങളുടെ കരങ്ങളിൽ എത്തിയിട്ടുണ്ടാകുമെന്നും ഇനി എത്തുമെന്നും ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട 1500ാമത് ജന്മദിനത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണ്, ഹദിയയാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ 1 മുതൽ ഈ നിമിഷം വരെ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ റബീഉൽ അവ്വൽ മാസത്തിലും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനു വേണ്ട തയ്യാറെടുപ്പുകളും മാനസികമായും നിങ്ങൾ ഇപ്പോഴേ ഒരുങ്ങുക. അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോൾ ഏറ്റവും മനോഹരമായ ഹലാലായ രൂപത്തിൽ 1 or 2 ഖുർആൻ നമുക്ക് വഖഫ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ നേട്ടം തന്നെയാണ്. ഏറ്റവും കുറഞ്ഞത് 1 ഖുർആനെങ്കിലും നമ്മളെ കൊണ്ടുവെക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുത്തുനബി തങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം കൂടിയാണ്. അതോടൊപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരോടും ഒക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 5 അല്ലെങ്കിൽ 10 പേരെ കൊണ്ടെങ്കിലും വഖഫ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ സവാബ് എത്താൻ വലിയ സബബായി തീരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ചു എന്ന കാരണം കൊണ്ട് നാളെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഖബറിലും മഹ്ശറിലും സന്തോഷിപ്പിക്കാൻ ഈ സൽക്കർമ്മം ഒരു സബബായി അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പക്ഷേ ഇതുപോലുള്ള പ്രചരണങ്ങളോ മറ്റുമൊന്നും അടുത്ത റബീഉൽ അവ്വലിന് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന പരിശുദ്ധ മദീനയിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കവാടം മാത്രമാണ്. അൽഹംദുലില്ലാ, ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമായി 20ൽ പരം ഖുർആൻ നമുക്ക് മുത്തുനബി തങ്ങളുടെ മേൽ വഖഫ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കൂടിയുള്ള അവസരമാണ് ഈ മഹത്തായ കവാടം. അൽഹംദുലില്ലാ, പലരും ആ സന്തോഷം അനുഭവങ്ങളായും അനുഭൂതികളിലായും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം പലർക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും മദീന നിവാസികളെപ്പോലെ പല രൂപത്തിലും നമുക്ക് മദീനയിൽ ഖിദ്മ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ വഖഫ് ചെയ്യുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഓരോ മഹാന്മാരുടെ പേരിലും ഖുർആൻ വഖഫ് ചെയ്യുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. പലരും പല മഹാന്മാരുമായും കൂടുതൽ അടുപ്പമുള്ളവരുണ്ടാകും. അവരുടെയെല്ലാം ആണ്ട് ദിവസം വരുമ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന പരിശുദ്ധ റൗള ഷരീഫിൽ വഖഫ് ചെയ്താൽ അവരോട് നമുക്കടുത്തിരിക്കാൻ ഇത് വലിയൊരു കാരണമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുമായി അടുത്തിടപഴകുന്നവരും അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ, ഖാജ മഈനുദ്ദീൻ ചിശ്തി തങ്ങൾ പോലുള്ള മഹത്തുക്കൾ അവരുടെയൊക്കെ ആണ്ട് വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആ മഹാന്മാരുമായിട്ടുള്ള സഹവാസത്തിനും ഏറ്റവും അടുത്തിരിക്കാനും നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനുമൊക്കെ വലിയ സബബാണ്. നമ്മുടെ മാതാപിതാക്കളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ നമുക്ക് പല മഹാന്മാരുടെ പേരിലും ഇങ്ങനെയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വലിയ തുകയല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും.
10 പേര് ഒരുമിച്ച് കൂടിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ മദീന മുനവ്വറയിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ പ്രതിഫലം തന്നെയാണ് നൽകുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഖുർആൻ വഖഫ് ചെയ്യാൻ ഏൽപ്പിച്ചവർ അവരുടെ മനസ്സിലെ നീറുന്ന വേദനിക്കുന്ന എല്ലാ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിൽ അല്ലാഹു ആക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളതുപോലെയല്ല ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ, അസ്ഹാബുൽ ബദരീങ്ങളുടെ മേൽ, ഉമ്മുന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇങ്ങനെ തുടങ്ങി ഖുർആൻ വഖഫ് ചെയ്താൽ മുത്തുനബിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മുത്തുനബി തങ്ങളുടെ പേരിൽ ആരെങ്കിലും ഖുർആൻ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും മുത്തുനബിയും തമ്മിലുള്ള ബന്ധം അത്രയും അടുപ്പത്തിൽ തന്നെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഖൈറാത്തുകൾ മുത്തുനബിയെ സന്തോഷിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുന്നത് പരിശുദ്ധ മദീന മുനവ്വറയിലാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ച ദിവസത്തിലാണ്, മാസത്തിലാണ്. തീർച്ചയായിട്ടും അവിടുത്തെ മലക്കുകളുടെ ആമീൻ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, 20ഓളം വരുന്ന പരിശുദ്ധ ഖുർആൻ മദീന മുനവ്വറയിൽ വഖഫ് ചെയ്തവർക്ക് വേണ്ടിയുള്ള മജ്ലിസ് കൂടിയാണിത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ധാരാളം ഖുർആൻ ഓരോ റബീഉൽ അവ്വൽ മാസത്തിലും നമുക്ക് വഖഫ് ചെയ്യാൻ അല്ലാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മൾ കാരണം ധാരാളം ഖുർആൻ വഖഫ് ചെയ്യാൻ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാൻ മാസത്തിലും ഖുർആൻ വഖഫ് ചെയ്യുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ നാളെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടുകൾ നമുക്ക് സ്വരൂപിക്കാൻ കഴിയുമോ അല്ലാഹു അതിനുള്ള തൗഫീഖ് ശാരീരികവുമായും മാനസികവുമായും സാമ്പത്തികവുമായും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ലീഡർമാരുണ്ട്, ക്യാപ്റ്റന്മാരുണ്ട്, അഡ്മിന്മാരുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് യാത്രാപരമായിട്ടുള്ള തിരക്കുകൾക്കിടയിലും ഓരോരുത്തരുടെയും ദുആ വസിയത്തുകൾ വോയിസുകളിൽ നിന്നും കേട്ട് അതിനെ കൃത്യമായ രൂപകൽപ്പന നൽകി അൽഹംദുലില്ലാ മനോഹരമാക്കി. ഓരോ ബറക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളിലും മുത്തുനബി തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലത്തും മുത്തുനബി തങ്ങൾ ധാരാളം ദുആ ചെയ്ത സ്ഥലത്തും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി തങ്ങളെ കൊണ്ടുവച്ച സ്ഥലത്തുമൊക്കെ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യാൻ പാകത്തിൽ ദുആ വസിയത്തുകളൊക്കെ എഴുതി ക്രോഡീകരിച്ചു തന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി ഫാത്തിമ സമിയ അൽ ഹാദിയ, അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളെ പ്രിയ കൂട്ടുകാരിക്ക് വേണ്ടി ദുആ ചെയ്യണം. ശാരീരികവും മാനസികവുമായി എല്ലാം റാഹത്തിലാകാൻ വേണ്ടിയും പറഞ്ഞു തരുന്ന ഓരോ ഇൽമുകളും മഹബ്ബത്തു റസൂലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിലാകാൻ വേണ്ടിയും പ്രത്യേകം നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട സഹോദരിയാണ് എന്നതിലുപരി അങ്ങോട്ടും ഏറെ കടമയും കടപ്പാടുമുണ്ട് എന്നത് പരിശുദ്ധ മദീന മുനവ്വറയിൽ ഓരോ കോണുകളിൽ വെച്ചും നിറകണ്ണീരോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും എല്ലാ ദിവസവും പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് ദുആ ചെയ്യുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത ആനന്ദമാണ്, സന്തോഷമാണ്. അൽഹംദുലില്ലാ, നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് തന്നെ പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് നിങ്ങളുടെ എല്ലാം പ്രിയ കൂട്ടുകാരി ഫാത്തിമ സമിയ അൽ ഹാദിയ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്കിങ്ങനെ ഒരു കൊച്ചു സഹോദരിയെ കിട്ടിയതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളെല്ലാം ലഭിച്ച സന്തോഷം
അവളുടെയൊക്കെ ദുആകളിലും പ്രകടനത്തിലും മനസ്സിലാകുന്നുണ്ട്. ഈ ബന്ധം നാളെ ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാക്കി തരുമാറാകട്ടെ. അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ, ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിലും അവരുടെ അഹ്ലുകാർക്കെല്ലാം ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ആമീൻ പറയുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരിച്ചാരത്ത് ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ച് മതിവരുവോളം സ്വലാത്ത് സലാമുകൾ ചൊല്ലുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا انظر حالنا يا رسول الله. السلام عليك أيها النبي ورحمة الله وبركاته. السلام علينا وعلى عباد الله الصالحين. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹുവേ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം, പരിശുദ്ധ റബീഉൽ അവ്വൽ 12-ാം ദിനത്തിൽ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചവർക്കു വേണ്ടിയുള്ള മജ്ലിസാണ് അല്ലാഹുവേ. ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. നാളെ ഓരോരുത്തർക്കും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച് വലിയ സ്വീകാര്യമുള്ളവരാക്കി മാറ്റണം റഹ്മാനെ. അല്ലാഹുവേ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മറ്റുള്ളവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞങ്ങളുടെ നേതാവ്, ഉമ്മത്തീങ്ങളുടെ നേതാവായ ഖാത്തിമുൽ അംബിയാ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ റബീഉൽ അവ്വൽ 12-ാം ദിനത്തിൽ തന്നെ ഞങ്ങൾക്ക് വഖഫ് ചെയ്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുത്തുനബി തങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞു. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ആരൊക്കെയാണോ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ വഖഫ് ചെയ്യണേ എന്നു പറഞ്ഞ് ഏൽപ്പിച്ചവർ, അല്ലാഹുവേ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച ഖുർആനാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ദുആയും ഈ മദീന മുനവ്വറയിൽ നിന്നുകൊണ്ടുള്ള ഈ ദുആയും നീ സ്വീകരിക്കണേ അല്ലാ. ആരൊക്കെയാണോ ഖുർആൻ വഖഫ് ചെയ്യാൻ ഏൽപ്പിച്ചത്
അവരുടെ മനസ്സിലുള്ള മുറാദുകൾ ദുന്യവിയായും മുഖറവിയായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ ഖൽബിലേക്ക് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർണ്ണമേറിയ സൗന്ദര്യമുള്ള വദനമൊന്നു കാണിച്ചു കൊടുക്കണേ അല്ലാ. മുത്തുനബി തങ്ങളെ കാണാനും മുത്തുനബി തങ്ങളുടെ ശഫാഅത്തിന് അർഹതയുള്ളവരാകാനും മുത്തുനബി തങ്ങളുടെ തിരുനോട്ടം ലഭിച്ചവരാകാനും മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും മുത്തുനബി തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന നിമിഷമാക്കി നീ മാറ്റണേ അല്ലാ. മുത്തുനബി തങ്ങളുടെ പൊരുത്തമുള്ള പരിചയക്കാരിൽ അല്ലാഹുവേ ഖുർആൻ വഖഫ് ചെയ്ത 20ഓളം വരുന്ന അഹ്ലുകാരാണ് റഹ്മാനെ. അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണേ അല്ലാ. ഹബീബായ മുത്തിലും മുത്തായ സയ്യിദുൽ വുജൂദ് ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൺകുളിർക്കെ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധ മദീനയിൽ വരുവാനും പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വന്ന് ഒരുപാട് സ്വലാത്ത് സലാമുകൾ ചൊല്ലി ഹബീബായ മുത്തുനബി തങ്ങളുടെ ചാരത്ത് ധാരാളം സമയം കഴിയുവാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഈമാൻ നൽകണം റഹ്മാനെ, തഖ്വ നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവേ അവർ ചൊല്ലിയ എല്ലാ സ്വലാത്തുകളും ഒന്ന് ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന റൗളാ ഷരീഫിനോട് ചേർന്നുള്ള മസ്ജിദിലേക്ക് ഞങ്ങൾ സ്ഥാപിച്ച ഖുർആൻ, അതിൻ്റെ അഹ്ലുകാർ, അതിന് സബബായവർ അല്ലാഹുവേ അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണം അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളെ പൊരുത്തം നൽകി മഖ്ബൂലും മർളിയുമായ ഹജ്ജ് ചെയ്യാനും ധാരാളം ഉംറ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അവരുടെ മക്കളിലും അവരുടെ ജോലിയിലും അവരുടെ ഭക്ഷണത്തിലും പാനീയത്തിലും യാത്രയിലും വസ്ത്രത്തിലും വാഹനത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. കടങ്ങളുണ്ടോ നീ വീട്ടിക്കൊടുക്കണം റഹ്മാനെ, അതിനുള്ള വഴികൾ നീ തുറന്നു നൽകണം റഹ്മാനെ. രോഗങ്ങളുണ്ടോ നീ ശിഫയാക്കണേ അല്ലാ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും. അല്ലാഹുവേ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും നീ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റണേ അല്ലാ. ഹബീബായ തങ്ങളെ അവിടുത്തെ പേരിലാണ് ഖുർആൻ വഖഫ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. അത് കാരണമായി ഒരേ ഒരു കാര്യമാണ് 20-ൽ പരം വരുന്ന അഹ്ലുകാർക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത്. യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാവരും ഒരു നാൾ അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകും. ഹുസ്നുൽ ഖാത്തിമയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
ഹുസ്നുൽ ഖാത്തിമയിൽ മുത്തുനബിയെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഹളറത്തിൽ വേണം, ഞങ്ങളുടെ സമയത്തിൽ വേണം. നല്ല സ്ഥലത്തു നല്ല സമയത്തു നല്ലതുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന സമയം ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിയുള്ള മുഖം കണ്ട്, തിരുവദനം കണ്ട്, അല്ലാഹുവേ എണ്ണയിൽ നിന്നും നൂല് വലിക്കുന്നത് പോലെ മൃദുലമായി ഞങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് പോലും ഞങ്ങളറിയാതെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിരുകരം കൊണ്ട് സ്പർശിച്ച് അല്ലാഹുവേ അനുഗ്രഹീതമായ ആത്മാവുകളാക്കി ഞങ്ങളെ ഖബറും പരിശുദ്ധ ജന്നത്തുൽ ബഖീഇൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം അന്തിയുറങ്ങാൻ ഖുർആൻ വഖഫ് ചെയ്ത ഓരോരുത്തർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. ദുആ ചെയ്യുന്നത് പരിശുദ്ധ ഹളറത്തിൽ വെച്ചല്ലേ യാ റസൂലല്ലാഹ്. ഇതാണ് ആരും കൊതിച്ചു പോകുന്ന ആഗ്രഹം. എല്ലാ ആഗ്രഹങ്ങളെക്കാളും വലിയ സ്വപ്നമാണ്, പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ ദുനിയാവിൽ വന്നത്. അല്ലാഹുവേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഖബറിലും നാളെ മഹ്ശറിലും അല്ലാഹുവേ സ്വർഗത്തിൽ വന്ന് അല്ലാഹുവിൻ്റെ ലിഖായിലേക്കുള്ള യാത്രയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ പ്രാവശ്യം 20-ലധികം വരുന്ന, അല്ലെങ്കിൽ 20-ലുള്ളിൽ വരുന്ന ഓരോ മെമ്പർമാരും അല്ലാഹുവേ ഖുർആൻ വഖഫ് ചെയ്ത എല്ലാവർക്കും അടുത്ത റബീഉൽ അവ്വലിലും ഇതുപോലെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ വഖഫ് ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബേ, ഇത് ഞങ്ങൾ പെട്ടെന്നുള്ള ഒരു അറിവ് കൊണ്ടും പെട്ടെന്നുള്ള സജ്ജീകരണങ്ങൾ കൊണ്ടുമാണ് ഇങ്ങനെയൊരു മജ്ലിസ് ഞങ്ങൾ പെട്ടെന്ന് നടത്തിയിരിക്കുന്നത്. അല്ലാഹുവേ, ഈ ഖുർആൻ വഖഫ് ചെയ്ത 17ഓളം വരുന്ന മെമ്പർമാർ, അവരുടെ കീഴിലുള്ളവർക്കും അവരുടെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും റബ്ബേ ഖുർആൻ വഖഫ് ചെയ്യാനുള്ള പ്രചോദനത്തിൻ്റെ തുടക്കം അല്ലാഹുവേ ഞങ്ങൾക്കിപ്പോഴേ നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. ചെയ്യുമ്പോൾ എത്രയോ നിസ്സാരമായി തോന്നുമെങ്കിലും അല്ലാഹുവേ, ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് എത്ര പെട്ടെന്നാണ് ആ ദിക്റൊന്ന് ചൊല്ലി തീർക്കാൻ കഴിയുന്നത്. അൽഹംദുലില്ലയുടെ അലിഫിൻ്റെ പ്രതിഫലം നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ പടച്ചവനെ, കോടാനക്കോടി ദിക്റുകൾ ഞങ്ങൾ ചൊല്ലും റഹ്മാനെ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് മറയിട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ മഹത്വങ്ങൾ ഞങ്ങൾക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഹബീബായ മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കുന്ന കാര്യത്തിലും ഞങ്ങൾക്കൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യത്തിലും ഞങ്ങളുടെ ഹവൻ നഫ്സിനും ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ ആത്മാവിനും നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, നീ ഖൈറിൻ്റെ അഹ്ലുകാര കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാഹുവേ. നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഹബീബായ മുത്തുനബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്വഹാബാക്കളെപ്പോലെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടുത്തെ ഉമ്മത്തായി ജനിച്ചു. അവിടുത്തെ മദീന മുനവ്വറയിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവേ, ഇനിയും ഇനിയും ഞങ്ങളെ റൂഹ് പിരിയും വരെ ഞങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹുവേ അഹ്ലുസുഫയിലൂടെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അഹ്ലുസുഫയിലൂടെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണം റഹ്മാനെ. ഇനിയും ധാരാളം നന്മകൾ തൗഫീഖ് നൽകണേ അല്ലാ.
പരിശുദ്ധ മദീന മുനവ്വറയുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് സ്വലാത്ത് വഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അംഗങ്ങളാണ്, കബൂലാക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, പരിശുദ്ധ മദീന മുനവ്വറയിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാലാഖമാരെ പോലെ ഒരുപാട് സൽക്കർമ്മം നടത്താൻ, ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്ന എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും നീ ഫത്തഹ് നൽകണേ അല്ലാ. സിഹറിൽ നിന്നും ഐനിൽ നിന്നും നീ കാവല് നീ നൽകണേ അല്ലാ. ഈമാൻ കൊണ്ട് തഖ്വ കൊണ്ട് നിറഞ്ഞവരാണ് റബ്ബേ. മദീനയോടുള്ള പ്രണയം ഹൃദയത്തിൽ നിറഞ്ഞവരാണ്. കാഴ്ചയിൽ ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിൻ്റെ കാമ്പ് എത്ര മനോഹരമാണെന്ന ചിന്തയിലാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. പടച്ചവനെ, അഹ്ലുസുഫയിലും ഖുർആൻ വഖഫ് ചെയ്യുന്ന കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കുന്നവരുടെ പിന്നാമ്പുറം നോക്കിയാൽ എത്രയെത്ര വിഷമങ്ങളാണ്. അല്ലാഹുവേ, പറഞ്ഞാൽ തീരാത്ത വിഷമങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവരാണ്. എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലാഹുവേ, അവരെയൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറയുകയാണ്. പച്ചക്കൊബ്ബ നോക്കിയാണ് അവർക്ക് വേണ്ടിയെല്ലാം ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, അവർ സാധുക്കളാണ്. അവസരം കിട്ടിയാൽ അവരൊക്കെ മദീന നിവാസികളായി ജീവിക്കാൻ കൊതിച്ചു പോകുന്നവരാണ്. സാഹചര്യം കൊണ്ടോ സന്ദർഭം കൊണ്ടോ അവർക്ക് നാട് വിട്ടിങ്ങോട്ട് വരാൻ കഴിയുന്നില്ലെന്നു മാത്രം. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, തിരുനോട്ടം അവരിലേക്ക് നൽകണേ. യാ ഹബീബല്ലാഹ്, അവരുടെ വീട്ടിലേക്ക് നേരിട്ടുള്ളൊരു നോട്ടം അനുഭവിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ. യാ റസൂലല്ലാഹ്, അവിടുത്തെ പ്രകാശം ആ വീടുകളിൽ ഒരു തവണയെങ്കിലും ഒന്ന് കാണാൻ ആസ്വദിക്കാൻ തൗഫീഖ് നൽകണം. യാ റസൂലല്ലാഹ്, അവരിയ്ക്കുന്ന അവർ കേൾക്കുന്ന ബദർ മൗലി മജ്ലിസ് അടക്കം, അഹ്ലുസുഫയുടെ മജ്ലിസ് അടക്കം, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മജ്ലിസ് അടക്കം റഹ്മാനെ, ഇതുപോലുള്ള മജ്ലിസ് നടക്കുമ്പോൾ മുത്തുനബി തങ്ങളുടെ സുഗന്ധമൊന്ന് ആസ്വദിച്ചിട്ടല്ലാതെ ഈ മജ്ലിസ് അവസാനിപ്പിക്കരുത് യാ റസൂലല്ലാഹ്. ഇനി ധാരാളം മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്, ഇനി പങ്കെടുക്കേണ്ടവരാണ്. ഈമാൻ കുറഞ്ഞവരാണ് ഞങ്ങൾ. ഇതിലൂടെ ഞങ്ങൾക്ക് ധാരാളം ഈമാൻ അവിടുത്തെ തിരുനൂറിലൂടെ വർദ്ധിപ്പിക്കണം റഹ്മാനെ. തഖ്വ കുറഞ്ഞവരാണ്, ഇഖ്ലാസു കുറഞ്ഞവരാണ്, ഇബാദത്ത് തന്നെ ഇല്ലെന്നു തന്നെ പറയാം. ഇതിൽ നിന്നെല്ലാം, ഈ മജ്ലിസിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഇബാദത്തിനെ ശക്തിപ്പെടുത്താനും തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട അന്തരീക്ഷമാണ്, മുത്തുനബി തങ്ങളെ കണ്ട വായുവാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശബ്ദ സൗന്ദര്യം കേട്ട അന്തരീക്ഷമാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപാദ സ്പർശനം കൊണ്ട് പുളകിതമായ മൺതരിയിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹുവേ, എത്ര കാലമായി, എത്ര നാളുകളായി ഞങ്ങൾ റഹ്മാനെ അഹ്ലുസുഫക്കാർക്ക് വേണ്ടിയും
അഹ്ലുൽ ബദരീങ്ങൾക്കു വേണ്ടിയും മജ്ലിസുൽ മുസ്തഫക്കാർക്കു വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു യാ റസൂലല്ലാഹ്. എല്ലാവരെയും പരിഗണിക്കുകയും കാണുമ്പോൾ തന്നെ പരിചയമുള്ള രൂപത്തിൽ നാളെ ശുപാർശനത്തിനു വേണ്ടി മഹ്ശറയിൽ ഇങ്ങനെ കാത്തു നിൽക്കാൻ വകയില്ലാതെ പെട്ടെന്ന് തന്നെ മുത്തുനബി തങ്ങൾ വിളിക്കുന്നു. പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞു ക്ഷണിക്കപ്പെടുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. കൈകാലുകൾ വെളുത്തവരായി, തലയിൽ കിരീടമണിക്കപ്പെട്ടവരായി, തൂവെള്ള വസ്ത്രം ധരിക്കപ്പെട്ടവരായി, മുത്തുനബി തങ്ങളുടെ ആസാറുകൾ ഞങ്ങളുടെ കരങ്ങളിൽ തന്നവരായി, പ്രത്യേകമാക്കപ്പെട്ട ഹുലുകാരാക്കി മദീന നിവാസിയാക്കി നീ മരിപ്പിക്കണേ അല്ലാ. ക്ഷണിക്കണേ അല്ലാ. അല്ലാഹുവേ, മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ഖുർആൻ വഖഫ് ചെയ്യുമ്പോൾ ഒരുപാട് ദുആ വസിയത്തുകളാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കൃത്യമായി വിനീതൻ എഴുതിയെടുത്തിട്ടുണ്ട്, സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഏൽപ്പിച്ചു തന്നതനുസരിച്ച് അല്ലാഹുവേ, അത് ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച് ഓരോരുത്തരുടെയും പേര് പറഞ്ഞു തന്നെ ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ ഈ വിനീതനും. അല്ലാഹുവേ, ദുആ വസിയത്തുകളെല്ലാം കൃത്യമായ രൂപത്തിൽ, മനോഹരമായ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ പാകത്തിൽ ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചു. അല്ലാഹുവേ, ദുആ വസിയത്തുകൾ എഴുത്തുരൂപത്തിലാക്കിയ പ്രിയപ്പെട്ട സഹധർമ്മിണി ഫാത്തിമ സമിയ അൽ ഹാദിയ, അല്ലാഹുവേ, എല്ലാ സഹോദരിമാർക്കും പ്രിയപ്പെട്ടവരാണ്. അവരെടുത്തു കൊടുക്കുന്ന ദഅവ ക്ലാസുകളും ഖുർആൻ ക്ലാസുകളും മുത്തുനബി തങ്ങളുടെ തിരുമഹബ്ബത്തും ആത്മീയമായിട്ടുള്ള ബദർ മൗലിദ് മജ്ലിസ് എല്ലാം മുത്തുനബി തങ്ങളുടെ തിരുനോട്ടത്തിലാക്കി ഖദീജ ഉമ്മയുടെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും തിരുനോട്ടത്തിലാക്കി അതിലൂടെ മുത്തുനബി തങ്ങളുടെ പൊരുത്തം ലഭിച്ച് ജീവിതം വിജയിക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹുവേ എല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. ഭർത്താക്കന്മാർക്ക് ഓരോരുത്തരുടെയും മുഖത്തിലേക്ക് നോക്കുമ്പോൾ, അവരവരുടെ ഭാര്യമാരിലേക്ക് നോക്കുമ്പോൾ വല്ലാത്ത സന്തോഷവും സമാധാനവും, എന്തൊക്കെയോ മാറ്റങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നും വിധത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റവും കൃത്യനിഷ്ഠയും അദബും സ്നേഹവും ചിട്ടയുമെല്ലാം ഉള്ള നല്ല മനോഹരമായ കുടുംബമാക്കണേ അല്ലാ. മക്കൾക്ക് മാതാപിതാക്കളെ കാണുമ്പോൾ, മാതാപിതാക്കൾക്ക് മക്കളെ കാണുമ്പോൾ, പേരമക്കളെ കാണുമ്പോൾ, കുടുംബക്കാരെ കാണുമ്പോൾ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകാൻ ഈ മജ്ലിസ് വലിയ കാരണമാക്കണേ അല്ലാ. ഇടുങ്ങിയ ഹൃദയം നീ വിശാലമാക്കണേ അല്ലാ. കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ മജ്ലിസ് കൊണ്ട് നീ പരിഹരിക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും രോഗങ്ങളും നീ മാറ്റണേ അല്ലാ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഖുർആൻ വഖഫ് ചെയ്തിട്ടുള്ള ഉമ്മമാരാണ്, സഹോദരിമാരാണ്. അവരുടെ എല്ലാം പ്രതീക്ഷയും അവരുടെ എല്ലാം ആഗ്രഹവും കരളിൻ്റെ കഷ്ണമായ എല്ലാമായ മാതാപിതാക്കളാണ്. അവരുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ്. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ നൽകണേ അല്ലാ. രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. സുഖപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ രോഗം പരിപൂർണമായ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം റഹ്മാനെ. ഹബീബായ മുത്തിലും മുത്തായ സയ്യിദുൽ വുജൂദ് ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറുൻ അലാ നൂറ് കൊണ്ട് പ്രകാശിപ്പിച്ച് കണ്ണെത്താ ദൂരത്തു നീ വിശാലമാക്കണേ അല്ലാ. ഉൻദുർ ഹാലനാ യാ റസൂലല്ലാഹ്. اللهم صل على سيدنا محمد بعدد حسنات سيدنا محمد وعلى آله وصحبه وسلم. അല്ലാഹുവേ, മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ നീ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. വഴിതെറ്റുന്ന മക്കളാക്കരുത് റഹ്മാനെ. ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും ഹിഫ്ളും നീ നൽകണേ അല്ലാ. പഠിച്ചവനെ, ജോലിയിൽ പ്രവേശിച്ച മക്കളുണ്ട്, സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഭർത്താവിൻ്റെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഭർത്താവിൻ്റെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. വിഷമങ്ങളും പിണക്കങ്ങളും മാറ്റണേ അല്ലാ. പഠിച്ചവനെ, എല്ലാവർക്കും നീ ഐശ്വര്യം നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, 17ഓളം പേർ അൽഹംദുലില്ലാഹ് 20-നുള്ളിലായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ഖുർആൻ വഖഫ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും പലരും തരാനുണ്ട്. റബീഉൽ അവൽ അവസാനിക്കുന്നത് വരെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 18 ഖുർആനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ. ഇപ്പോൾ നിലവിൽ 1-2 ഖുർആൻ വഖഫും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 20-ന് അടുത്തുണ്ട്. ഇനിയും വരാനിരിക്കുന്ന ഖുർആൻ വഖഫ് അവർക്കും കൂടി ഉള്ളതാവട്ടെ ഈ ദുആ എന്ന കൂട്ടത്തിൽ ഞാൻ ചേർക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ മദീന മുനവ്വറയിൽ അവിടുത്തെ ജന്മദിനത്തിൽ മസ്ജിദുൻ നബവിയിൽ ഖുർആൻ സ്ഥാപിക്കണമെന്ന് മനസ്സിലെ ഒരു വലിയൊരു സ്വപ്നം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അതിനുവേണ്ടി ഖിദ്മ ചെയ്തവർക്കെല്ലാം അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോഴും ഇനിയും എനിക്ക് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഖുർആൻ വഖഫ് ചെയ്യണമെന്ന ഒരു ആഗ്രഹം മനസ്സിൽ വെക്കുക. നമ്മൾ ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ അടുത്ത റബീഉൽ അവ്വലിൽ നമ്മൾ ഖബറിലാണെങ്കിൽ തീർച്ചയായിട്ടും മാലാകമാർ നമുക്ക് വേണ്ടി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പ്രിയപ്പെട്ടവരെ, നാം മാത്രമല്ല, നമ്മൾ കാരണം മറ്റു പലർക്കും ഖുർആൻ വഖഫ് ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണം. നമ്മുടെ വാക്കുകൊണ്ട് ആരെങ്കിലും ഖുർആൻ വഖഫ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ചെറുതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ കാരണങ്ങൾ കൊണ്ടും നമുക്ക് മദീനയിൽ ഖുർആൻ സ്ഥാപിക്കാൻ കഴിയണം. ഹബീബായ മുത്തുനബി തങ്ങളുടെ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം നമ്മൾ ചെയ്യണം. അൽഹംദുലില്ലാഹ്, എല്ലാം കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. മധുരപലഹാരങ്ങൾ കൊടുക്കുക, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പലർക്കും ഈ മജ്ലിസിലൂടെ വല്ലാത്തൊരു കുളിർമ, വലിയ റാഹത്ത് ഒരു പക്ഷേ ഉണ്ടായേക്കാം, തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം, അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോൾ എനിക്ക് ആരോടെല്ലാം ഈ സന്തോഷം അറിയിക്കാൻ കഴിയും, അവരെയും ചേർക്കാൻ കഴിയുമെന്നൊക്കെ ഒന്ന് ചിന്തിച്ച്
അതിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ അന്നല്ല ഇന്ന് തന്നെ അതിനുള്ള തുടക്കങ്ങൾ നമ്മൾ കുറിക്കണം. മറ്റൊരു വഴിയും കൂടിയുണ്ട്. ഇതിനൊന്നും സാധിക്കാത്തവർക്കും ഒരവസരം കൊടുക്കുക എന്ന നിലക്ക് ഇനി 10 പേർ ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ 5 പേർ ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ 4 പേർ ചേർന്നുകൊണ്ടോ എത്ര പേരാണോ കഴിയുന്നവർ ഒരുമിച്ച് കൊണ്ടൊരു ഖുർആനെങ്കിലും കൊടുക്കുന്ന ഒരവസ്ഥ അങ്ങനെയും സാധിക്കുന്നതാണ്. അതുപോലെ പരിശുദ്ധ റബീഉൽ അവ്വൽ മുത്തുനബി തങ്ങളുടെ മാസം എന്നതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന പല മഹാന്മാരുമുണ്ട്. അടുത്ത മാസം വരുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ആണ്ടാണ്. അതുപോലെ തന്നെ ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ആണ്ട് വരും. മഹാനായ സിയം വലിയുല്ലാഹിയുടെ ആണ്ട് വരും. നമ്മൾ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ ആണ്ട് വരുമ്പോൾ ഇതൊന്നും നമ്മൾ അറിയിച്ചും പ്രചരിപ്പിച്ചും ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തുകയില്ല. അതാത് മാസം വരുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള മഹാന്മാരുടെ പേരിൽ ഖുർആൻ പരിശുദ്ധ മദീനയിൽ വെക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു തരും. ഖിദ്മ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഗണന മുത്തുനബി തങ്ങളിൽ നിന്നും കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷയാണ് ഈ വിനീതൻ പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും ഖിദ്മ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഈ വിനീതന് പരിശുദ്ധ മദീനയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി. അതുകൊണ്ട് എല്ലാവരും ഷാഫി ഇമാമിന് വേണ്ടിയും അബൂ ഹനീഫത്തുൽ കൂഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയും അങ്ങനെ തുടങ്ങിയ മഹാന്മാർക്കൊക്കെ വേണ്ടി നമുക്ക് ഖുർആൻ വഖഫ് ചെയ്യാം. നമ്മൾ സാധാരണയായി ചെയ്തു വരുന്നത് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിലാണ്. അതുപോലെ തന്നെ നമുക്ക് പല മുറാദുകളും ഹാസുലാകണമെന്ന പേരിലാണ്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഞാൻ അറിയിക്കുന്നത്, ആരുടെ പേരിലും നിങ്ങൾ ഖുർആൻ വഖഫ് ചെയ്താലും ആ ഖുർആൻ ഇവിടെ പാരായണം ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതോടൊപ്പം ഒരു പോരായ്മയോ ഒരു കുറവോ വരുത്താതെ നമുക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത്രമേൽ അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ്. ഒരു ഉദാഹരണം പറയട്ടെ. ഇലാ ഹളറത്ത് നബിയ്യിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറത്തി സായിരിൽ അംബിയാഇ എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം അംബിയാക്കൾക്കാണ് നമ്മൾ ഫാത്തിഹ ഓതാൻ പോകുന്നത്. അംബിയാഇ വൽ ഔലിയാഇ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത അഹ്ലുകാരായ ഔലിയാക്കൾക്കും എത്തുന്നു. കോടാനക്കോടി ഔലിയാക്കളുണ്ട്. സുദ്ദീഖീന വസ്വാലിഹീൻ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞൊരു ഫാത്തിഹ ഓതിയാൽ അള്ളാഹുവിൻ്റെ ഖജനാവ് അത്രമേൽ വിശാലമാണ്. അങ്ങനെ നാം ഓതുന്ന ഓരോ ഫാത്തിഹയും എല്ലാവരിലേക്കും എത്തുന്നതുപോലെ നമ്മൾ ഖുർആൻ വഖഫ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. 2 ഖുർആൻ ചെയ്താലോ വീണ്ടും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം മരിക്കേണ്ടവരാണ്. നമ്മൾ മരിച്ച ഖബറിൽ കിടക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ വിനീതൻ ഖിദ്മ ചെയ്യുന്നു. ഞാനല്ല ഖുർആൻ വെക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ വെക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയല്ല. മരണപ്പെട്ടു പോയ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മഹാന്മാരുടെ പേരിലായിരിക്കാം. പക്ഷേ അവർക്ക് കിട്ടുന്നു എന്നതിലുപരി നിങ്ങൾക്കും കിട്ടുന്നു എന്ന ഒരു സന്തോഷം കൂടിയാണ് ഇവിടെ ഉള്ളത്. അൽഹംദുലില്ലാ. അതിനു പുറമെ ഇതിന് സബബായിട്ടുള്ളവരാരൊക്കെയാണോ അവരും ഈ വിനീതനടക്കവും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്കൊരു കുറവും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു നമ്മുടെ കൈകൾ നിറച്ച് ധാരാളം ഹസനാത്തുകൾ എഴുതി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം നമ്മുടെ എല്ലാമായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണല്ലോ ഖുർആൻ വഖഫ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് വഖഫ് ചെയ്തവർക്കുള്ള
തബറുക്ക് ഇൻഷാ അള്ളാഹ് പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും നിങ്ങളുടെ കരങ്ങളിലെത്തും ഇൻഷാ അള്ളാഹ്. അള്ളാഹു എല്ലാവർക്കും അതിൻ്റെ ബറക്കത്ത്, അതിൻ്റെ ചീരണി മദീനയിൽ മുനവ്വറയിൽ നിന്നുള്ള ചീരണികളിൽ ലഭിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൂടെ നമുക്ക് ഷിഫ ലഭിക്കാൻ സബബാക്കി തരുമാറാകട്ടെ. ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.